പ്രിയ സഹോദരനെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് എളിദാസിനെ ചോർത്ത് യേശു ക്രിസ്തുവിന് നന്ദി സ്തുതിയും സംഭവിക്കുന്നു. ആമേ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രത്യേക ക്ലാസ്സുകൾ നമ്മൾ ഒന്നാം വിരൽ ചൂണ്ടിയാൽ 2027 മുതൽ 1, 2, 3 അങ്ങനെ ഓരോ വിരൽ ഓരോ വർഷത്തേക്ക് ചൂണ്ടിയാൽ 7 വർഷത്തേക്ക് 7 വിരൽ ചൂണ്ടിയാൽ എന്തു സംഭവിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 5 വിരലുകൾ 5 വർഷത്തേക്ക് ചൂണ്ടിയാൽ എന്തു സംഭവിക്കും എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ 6-ാം വിരലും 7-ാം വിരലും നമ്മൾ ചൂണ്ടിയാൽ, അല്ലെങ്കിൽ 2030 ശേഷം ജൂലൈ 30 ശേഷം ജൂലൈ 1 ശേഷം മേലേക്ക് വരുന്ന 33 വരെയുള്ള കാലഘട്ടങ്ങളിലേക്ക് നാം പ്രത്യേകിച്ച് ഒരു വിരലായിട്ട് ചൂണ്ടാൻ നിൽക്കേണ്ടതില്ല. 2 വിരൽ ഒരുമിച്ച് ചൂണ്ടേണ്ടി വരും. കാരണം പിന്നീടുള്ള ലോകത്തിൻ്റെ നാശം വളരെ സ്പീഡിലും വളരെ ദ്രുതഗതിയിലുമായിരിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതിനെപ്പറ്റി വളരെ വ്യക്തമായി സർവശക്തനായ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ 2030 ജൂൺ അവസാനിക്കുകയും ജൂലൈ 1 പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അവിടെ 1290 എന്ന ഒരു സംഖ്യ തുടങ്ങുന്നുണ്ട്. അതൊരു 3.5 വർഷമാണ്. ആ 1290 എന്ന സംഖ്യയുടെ തുടക്കത്തിലെ ആദ്യ മാസം തന്നെ ഈ ലോകത്ത് സംഭവിക്കുന്ന ഒരു വലിയ സംഭവം എന്ന് പറയുന്നത് ഇന്നുവരെ മനുഷ്യൻ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും അറിയത്തില്ലാത്തതുമായ ഒരു ഏകലോക ഭരണ ഗവൺമെൻറ്, അഥവാ ഒരു ഏകലോക മതം, ഏകലോക ഗവൺമെൻറ്, ഏകലോക കറൻസി, ഇതെല്ലാം കൊണ്ട് വരികയാണ്. അതിൻ്റെ ഭാഗമായി ആദ്യമേ തന്നെ എല്ലാവരും ഈ 666 എന്ന സംഖ്യയുടെ സിമ്പൽ രൂപമായ, അത് 666 ആരും പബ്ലിക്കായിട്ട് പറയത്തില്ല, അതോടനുബന്ധിച്ച് വരുന്ന എല്ലാവർക്കും പണമില്ലാതെ പണത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം ലോകത്ത് മൊത്തമായിട്ടിങ്ങ് വരികയാണ്. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടം വരണമെങ്കിൽ അങ്ങനെ വരുമ്പോൾ അവിടെ അവർ ഓർഡർ ചെയ്യുന്നത് അത് എതിർ ക്രിസ്തുവിൻ്റെ ആളുകളാണ് ചെയ്യുന്നത്. അത് അവർ ഓർഡർ ചെയ്യുന്നത് 666 എന്ന സംഖ്യയ്ക്ക് പകരമായി അതിന് തത്തുല്യമായ ഒരു അടയാളം നാം സ്വീകരിക്കണമെന്നും, എങ്കിലേ പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും, അല്ലാത്തവർക്ക് ഇത് ചെയ്യാൻ സാധിക്കുകയില്ലെന്നും, അല്ലാത്തവരെ അവർ നിർബന്ധിക്കുമെന്നും ഒക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൻ പ്രകാരം, അത് വെളിപാട് ഗ്രന്ഥത്തിലാണുള്ളത്. അപ്പോൾ അതിൻ പ്രകാരം ഈ 2030 കാലഘട്ടങ്ങളിൽ വരുമ്പോൾ ഈ കൊടുക്കൽ വാങ്ങൽ, പണത്തിൻ്റെ ഉപയോഗത്തിന് വേണ്ടി, പണം നമ്മൾ കൊടുത്തെങ്കിലേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ, നമ്മുടെ സാധനം കൊടുത്തെങ്കിലേ നമുക്ക് പണം കിട്ടുകയുള്ളൂ, പണം അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് സാധനം ഇങ്ങോട്ട് വാങ്ങാൻ കഴിയുന്നത്. ഈ സംവിധാനത്തിന് വേണ്ടി നാം ആ സംവിധാനത്തോട് അന്ന് ഓർഡർ ചെയ്യുന്ന ആ സംവിധാനത്തോട് ചേർന്ന് നാം അതിനെ സ്വീകരിച്ചാൽ, ആ സംവിധാനത്തെ സ്വീകരിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചു. അത് വെളിപാട് ഗ്രന്ഥത്തിൽ 13-ാം അധ്യായത്തിലാണ് 666 പറ്റിയൊക്കെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അതോടനുബന്ധിച്ച് പ്രിയപ്പെട്ട നമ്മൾ വേറെ ചില കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് ആ കാലഘട്ടം, ആ 2030 ശേഷം ജൂലൈ 1 മുതൽ വരുന്നത് 3.5 വർഷമാണെന്നും, ആ 3.5 വർഷം ഒറ്റ വിരൽ ചൂണ്ടേണ്ടി വരുമെന്നും, കാരണം വളരെ വേഗത്തിൽ അതിൻ്റെ ഭയാനകതയും ലോകത്തിൻ്റെ യുദ്ധവും മുന്നോട്ട് പോകും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇങ്ങനെയുള്ള മുദ്രകൾ നമ്മൾ സ്വീകരിച്ചാൽ നമ്മുടെ ദേഹത്ത് വലിയ വ്രണങ്ങൾ ഉണ്ടാകും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അത് എന്താണ് സംഭവിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മൃഗത്തിൻ്റെ ആ കാലഘട്ടം വരുമ്പോൾ, അത് വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ട് ഭാഗമുണ്ട്. വെളിപാട് 13 എഴുതി വെച്ചിരിക്കുന്ന ആ വചനത്തിൻ്റെ ഒരു ഭാഗം നമ്മളൊന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ബാക്കി ചില ഭാഗത്തേക്ക് പോകാൻ, എങ്കിലും നമുക്കതിൻ്റെ കണക്റ്റഡ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ 13 വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രത്നങ്ങളും, തലകളിൽ ദേവദൂഷണമായൊരു നാമമുണ്ടായിരുന്നു. അവിടെ നിങ്ങൾ പറഞ്ഞു വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ഭൂമി മുഴുവൻ ആ മൃഗത്തെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. വലിയൊരു സർപ്പ ആരാധന ഭൂമിയിലേക്ക് വരുന്നുണ്ട്. അതിനെപ്പറ്റി കുറച്ച് ക്ലാസ്സിന് എടുത്തിട്ടുണ്ട്. ഇത് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു പോവുകയാണ്. അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ഇത്തരം സംവിധാനങ്ങൾ നമ്മൾ ഭൂമിയിൽ വരുമ്പോൾ എന്തു സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, മൃഗത്തിൻ്റെ നാമമോ നാമത്തിൻ്റെ സംഖ്യയോ മുദ്ര അടിക്കപ്പെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാക്കാൻ വേണ്ടിയായിരുന്നു അത്. ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായിരുന്നത്. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ കണക്കൂട്ടെ, അതൊരു മനുഷ്യൻ്റെ
സംഖ്യയാണ്. ആ സംഖ്യ 666. അപ്പോൾ 666 എന്ന സംവിധാനം ലോകത്ത് മൊത്തമായിട്ട് ഇപ്പോൾ നമുക്കറിയാം. എല്ലാ രാഷ്ട്രങ്ങളിലൊന്നും ഈ 666 അനുബന്ധിച്ച് വരുന്ന കൊടുക്കൽ വാങ്ങലിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ വന്നിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലൊന്നും വന്നിട്ടില്ല. അതുപോലെ ഗൾഫ് രാഷ്ട്രങ്ങളും എല്ലാം ഒന്നും വന്നിട്ടില്ല. മറ്റു ചില രാഷ്ട്രങ്ങളെ വന്നിട്ടുള്ളൂ. എന്നാൽ ഇത് ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും അത് സ്വീകരിക്കണമെന്നും അല്ലാത്തവർക്ക് പണത്തിൻ്റെ സംവിധാനങ്ങൾ ഇല്ലാതെ വരുമെന്നും അത് ഒരു ഓർഡറായിട്ട് ഭൂമിയിൽ വരികയും ചെയ്യുന്നതാണ്. 2030 ശേഷം ജൂലൈ 1 മുതൽ ഈ സംവിധാനം ലോകത്തിൽ അധികാരത്തിൽ വരും. എന്നാൽ അതിനു മുമ്പ് തന്നെ ബാക്കിയുള്ള രാഷ്ട്രങ്ങളിൽ കൂടെയൊക്കെ ഇതിൻ്റെ സംവിധാനങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇത്തരം ലോക സംവിധാനത്തോട് ലോകത്തിന് പൊരുത്തപ്പെടാതെ രാജ്യങ്ങൾ തമ്മിലുള്ള ക്രയവിക്രയങ്ങൾ സാധ്യമല്ലാതെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്തു സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഈ സംഖ്യ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു മൃഗത്തിൻ്റെ സംഖ്യയാണ്. ആ മൃഗത്തിൻ്റെ സംഖ്യ 666 ആണെന്ന് വിശദീകരണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംവിധാനം എടുത്താൽ എന്തു സംഭവിക്കുക? അവിടെ വലിയ ഒരു സംഭവം നടക്കുന്നുണ്ട്. അതിങ്ങനെ എഴുതിയിരിക്കുന്നത്, അത് 16 വെളിപ്പാടിൻ്റെ പുസ്തകം 16 അധ്യായം, അതിനകത്ത് ക്രോധത്തിൻ്റെ പാത്രങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. രണ്ടാമൻ 16:3 ആ വയത്തിൽ വരുമ്പോൾ രണ്ടാമൻ തൻ്റെ പാത്രം കടലിലേക്ക് ഒഴിച്ചു. അപ്പോൾ കടൽ മരിച്ചവൻ്റെ രക്തം പോലെയായി, കടലിലെ സർവ്വജീവികളും ചത്തുപോയി. അതിന് ശേഷം വരുന്ന ചില കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടി വരും. അതിന് തൊട്ട് മുമ്പിൽ തന്നെ വ്യക്തമായിട്ട് വേറൊരു ഭാഷയിൽ കൂടെ കർത്താവ് പറയുന്നത്, ശ്രീകോവിലിൽ നിന്ന് ആ 7 ദൂതന്മാരോട് പറയുന്ന ഒരു വലിയ സ്വരം ഞാൻ കേട്ടു. നിങ്ങൾ പോയി ദൈവകോപത്തിൻ്റെ ആ 7 പാത്രങ്ങൾ ഭൂമിയിലേക്ക് ഒഴുകുക. അവിടെ മുതൽ 2030 കാലഘട്ടം വരുന്ന ആ കാലഘട്ടം മുതൽ 7 ദൂതന്മാരെ ഉപയോഗിച്ച് ഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ 7 ക്രോധത്തിൻ്റെ പാത്രങ്ങൾ ഭൂമിയിലേക്ക് ഒഴുകുകയാണ്. അതിൽ ഒന്നാമത്തെ പാത്രം, ഉടനെ ഒന്നാമൻ പോയി തൻ്റെ പാത്രം ഭൂമിയിലേക്ക് ഒഴിച്ചു. അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ ആരാധിക്കുന്നവരുമായ മനുഷ്യ ശരീരത്തിൽ ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങളുണ്ടായി. അപ്പോൾ 2030 ജൂലൈ 1 മുതൽ ഈ സംഭവം ലോകത്ത് വരികയും അതിനെ ആരാധിക്കാൻ വേണ്ടി ഈ ലോകത്തുള്ളവരെല്ലാം ആരെങ്കിലുമൊക്കെ മുദ്ര സ്വീകരിക്കുകയോ ചെയ്താൽ കർത്താവിൻ്റെ ക്രോധം ആകാശത്ത് നിന്ന് ഇറങ്ങി വരുമെന്നും അങ്ങനെ സ്വീകരിച്ച മനുഷ്യരുടെ ശരീരങ്ങളിൽ വലിയ വ്രണങ്ങൾ ഉണ്ടാകുമെന്നും കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അതുകൂടാതെ കർത്താവിനെ പറയുന്നത്, വേറെ ചില ഭാഗത്ത് പറയുന്നുണ്ട്, അത്തരം ആളുകളെ തീയും ഗന്ധവും എരിയുന്ന അഗ്നി തടാകത്തിലേക്കിട്ട് രാപകൽ അവിടെ ഒരു ആശ്വാസം ഉണ്ടായിരിക്കില്ല എന്നൊക്കെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നു. അപ്പോൾ ആ കാലഘട്ടം വരുമ്പോൾ ഇനി നമുക്കറിയാം 26 കാലഘട്ടമായി 3-4 വർഷം കൊണ്ട് 30 ലോകം വരികയാണ്. ആ പശ്ചാത്തലം വരെ നമുക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഈ മുദ്ര സ്വീകരിക്കണം. അത് സ്വീകരിക്കാത്തവർക്ക് പറ്റില്ല എന്നൊക്കെ വരുമ്പോൾ മനുഷ്യൻ ഇതെടുക്കും. എടുക്കുന്ന മനുഷ്യൻ്റെ ശരീരത്ത് വ്രണങ്ങളുണ്ടാകും. ആ വ്രണങ്ങൾ പഴുത്ത് അവൻ മരിക്കും. അതുകൂടാതെ അത്തരം ആളുകളെ തീയും ഗന്ധവും എരിയുന്ന നിത്യ തടാകത്തിലിട്ട് കർത്താവ് അവരെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുമെന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ 2030 ഇങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. 2030 ജൂലൈ 1 മുതൽ രണ്ടാമത്തെ 3.5 വർഷത്തിൻ്റെ തുടക്കം സംഭവിക്കും. അവിടെ 1290 എന്ന ദാനിയേൽ സംഖ്യ ആരംഭിക്കും. അതോടനുബന്ധിച്ച് ഏകലോക ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ 666 സംഖ്യ എന്ന മുദ്ര സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഓർഡറുകൾ പുറപ്പെടും. അത് സ്വീകരിക്കുന്നവരുടെ ശരീരത്ത് വലിയ ദുർഗന്ധമുണ്ടാകും, വ്രണങ്ങളുണ്ടാകും. അവരങ്ങനെ മരിക്കും. അങ്ങനെയുള്ളവരെ സർവശക്തനായ ദൈവം തന്നെ നിത്യപാതാളത്തിൽ തള്ളി അവരെ കർത്താവ് ഉപേക്ഷിക്കുമെന്നും ഒക്കെ പറഞ്ഞിരിക്കുന്ന സാഹചര്യം വരുമ്പോൾ ഈ 2030 ജൂലൈ 1 മുതൽ വരുന്ന ഈ സംഭവങ്ങൾ വലിയ ദുരന്തങ്ങളും വലിയ വേദനകളും മനുഷ്യൻ സൃഷ്ടിക്കും. എന്നാൽ ഇവിടെ സർവശക്തനായ ഈശോ പറയുന്ന ഒരു വചനം വെളിപാട് 3:10 ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ആ പശ്ചാത്തലം വരുമ്പോൾ നാം എന്തു ചെയ്യണമെന്ന് ഇപ്പോഴേ ആലോചിച്ച് വെച്ചില്ലെങ്കിൽ നാം ആ സമയത്ത് അന്താളിച്ചു പോകും. അവിടെ കർത്താവ് പറയുന്ന വചനം ഇതാണ്: സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും, എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തു. ആ വചനം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി അതോടനുബന്ധിച്ച് എന്തൊക്കെ ചെയ്യണം തീരുമാനം ഇപ്പോഴേ എടുക്കണം. അല്ലാതെ 2030 കാലഘട്ടം വരുമ്പോഴല്ല പ്രിയപ്പെട്ടവരെ ഓടി ഈ സംഭവങ്ങളൊക്കെ ഒരു അയ്യോ മുദ്രയടിക്കാൻ വരുന്നേ, അങ്ങനെ മുദ്ര സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്ത് വെള്ളം വരുവേ, അപ്പോൾ അവരെ പാതാളത്തിലേക്ക് ഇടുമെന്ന് പറഞ്ഞ് ആ സമയത്ത് ഓടിയാൽ രക്ഷിക്കാനും ആരുമില്ല, ആരും ശ്രദ്ധിക്കാനും സമയമുണ്ടാവുകയില്ല. അതിനുള്ള സമയം പശ്ചാത്തലമാണ് ഇപ്പോൾ 2027 മുമ്പുള്ള ഈ പശ്ചാത്തലം. ഈ കാര്യങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നതിനും നാം തയ്യാറായില്ലെങ്കിൽ ഈ ദുരന്തത്തിൽ പെട്ടതിന് ശേഷം അയ്യോ എന്ന് വിളിച്ചാൽ ആരാണ് ശ്രമിക്കാൻ ഉണ്ടാവുക? ആരും ശ്രമിക്കാൻ ഉണ്ടാവുകയില്ല. അപ്പോൾ
അവിടുത്തെ കർത്താവ് പിന്നെയും പറയുകയാണ്, രണ്ടാമതിൻ്റെ പാത്രം കടലിലേക്ക് ഒഴിച്ചു, അപ്പോൾ കടൽ മരിച്ചവൻ്റെ രക്തം പോലെ കടലിലെ സർവ്വജീവികളും ചത്തുപോയി. അത് രണ്ട് അർത്ഥം, എല്ലാ ദൈവവചനത്തിൽ രണ്ടർത്ഥവും ദൈവം അർത്ഥമാക്കുന്ന 3 തലാർത്ഥമുണ്ട്. രണ്ടാമതിൻ്റെ പാത്രം കടലിലേക്ക് ഒഴിച്ചു, അപ്പോൾ കടൽ മരിച്ചവൻ്റെ രക്തം പോലെയായി എന്ന് കർത്താവോട് പറയുമ്പോൾ അത് ഒന്ന് സമുദ്രം, കടൽ, നമ്മൾ കാണുന്ന വെള്ളമുള്ള വലിയ കടൽ, ആ കടലിൽ ഉണ്ടായിരുന്ന സർവ്വജീവികളും ചത്തുപോയി. ഇനി അതിൽ തന്നെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കടൽ എന്നത് ഈ കടലിനെ മാത്രമല്ല സർവശക്തനായ ദൈവം അർത്ഥമാക്കുന്നത്. കടൽ എന്നതുകൊണ്ട് ജനസമുദ്രം, ജനകോടികൾ, ജനങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ 3.5 കോടി ജനം തിങ്ങി പാർക്കുന്ന ഒരു ജനസമുദ്രമാണ് കേരള ജനം, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ജനം, അല്ലെങ്കിൽ ഇന്ത്യൻ ജനം, അല്ലെങ്കിൽ സൗദി ജനം. ഇങ്ങനെ ഓരോ ജനത്തെ ശ്രമിക്കുമ്പോൾ കർത്താവ് പറയാണ് അതിനകത്ത് സകല ജീവികളും ചത്തുപോയി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതിനർത്ഥം, ഇപ്പോൾ കേരളത്തിൽ എത്ര ലക്ഷക്കണക്കിന് മൃഗങ്ങളുണ്ടാവും, പശുക്കളും ആടുകളും എല്ലാം, അതെല്ലാം ചത്തുപോകുന്ന അവസ്ഥയിലേക്ക്, എത്ര മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്ന എല്ലാ മൃഗങ്ങളും കൂടെ ചത്തുപോകുന്ന അവസ്ഥ വന്നാൽ ആ പ്രദേശത്തിൽ ഏതിലും മനുഷ്യൻ ജീവിക്കാൻ സാധിക്കുമോ? അപ്പം മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമായ അതിഭയാനകമായ വളരെ വിഷമം സൃഷ്ടിക്കുന്ന അവസ്ഥകളിൽ കൂടെ ലോകം കടന്നു പോകുന്ന മുന്നറിയിപ്പുകൾ കർത്താവ് എഴുതി വെച്ചിരിക്കുകയാണ്. വീണ്ടും അവിടുന്ന് 4-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, മൂന്നാമതിൻ്റെ പാത്രം നദികളിലും നീരുറവകളിലും ഒഴിച്ചു, അവ രക്തമായി മാറി. നദികളിൽ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ നദികളിലാണ് ശുദ്ധജലം വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം നമ്മൾ കേൾക്കുന്ന അർത്ഥമല്ല എന്നുള്ളതാണ്. ഇതിനകത്ത് വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി നമ്മൾ നേരിട്ട് മനസ്സിലാക്കുന്ന അർത്ഥങ്ങൾ ഒരിക്കലും അതിനകത്തില്ല. അതിനകത്തെല്ലാം ദൈവം അറിവിൻ്റെ തലവും ജ്ഞാനത്തിൻ്റെ തലവും അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ തലവും ചേർത്ത് വെച്ചിട്ടാണ് ഓരോ വചനം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അത് വായിച്ചപ്പെട്ടത് മനസ്സിലായില്ല. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 30 കാലഘട്ടം വരുമ്പോൾ 30 ജൂലൈ 1 മുതൽ ഉള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് പ്രത്യേകം അതിനെടുത്ത് പറയുന്നത്. അതിനകത്ത് ഇങ്ങനെ വന്നു, മൂന്നാമതിൻ്റെ ഭാഗത്ത് നദികളിലും നീരുറവകളിലും ഒഴിച്ചു. നദികൾ എന്നതുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത് ഉൽപ്പത്തി മുതൽ മോശയെ ഏൽപ്പിക്കും മുതൽ ഇസ്രായേൽ ജനത്തെ ഇങ്ങനെ ഒഴുകി വരുന്ന ഇസ്രായേൽ ജനത്തെ, ലക്ഷക്കണക്കിന് ഇസ്രായേൽ ദൈവമക്കളെ, ദൈവത്തിൻ്റെ മക്കളെ നദി പോലെ ഒരു പ്രത്യേക രീതിയിൽ ഒഴുകി വളഞ്ഞ് പൊളഞ്ഞ് ഒഴുകി വരുന്ന ഇസ്രായേൽ ജനത്തെ നയിച്ച് കൊണ്ടുവന്ന് ഇസ്രായേൽ അന്ന് ഈ രാഷ്ട്രത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതിലുണ്ടായിരുന്ന പ്രവാചക വരമുള്ളവർ, നമ്മൾ ഉൽപ്പത്തി മുതൽ വായിച്ചു കഴിഞ്ഞാൽ പുറപ്പാട് മുതൽ മോശ ഇസ്രായേൽ ജനത്തെ നയിക്കുന്നു. ആ പ്രവാചകൻ മോശയുടെ കാര്യം ജോഷുവയ്ക്ക് ശേഷം പിന്നെ ഓരോ ആളുകൾ ഇങ്ങനെ പ്രവാചകന്മാരായിട്ട് വന്ന് അവരിലെ ഈ നദികൾ ശുദ്ധജലമുള്ള ജനം, ശുദ്ധജലമുള്ള നദി പോലെ ശുദ്ധജനമായ ഇസ്രായേൽ ജനത്തിൻ്റെ ഒഴുക്കിനെയാണ് ദൈവം നദികൾ എന്നുകൊണ്ട് ദൈവം അർത്ഥമാക്കണം. അതിൻ്റെ മറ്റൊരു തല ജ്ഞാനത്തിൻ്റെ അർത്ഥത്തിൽ ഈ പട്ടാള സംവിധാനത്തെ നമ്മളൊന്ന് ആലോചിക്കാം. പട്ടാള സംവിധാനം നദി പോലെയാണ്. ഒരു പ്രത്യേക ഭാഗത്ത് പട്ടാളങ്ങൾ കേന്ദ്രീകരിക്കുകയും അതൊരു നദി പോലെ പ്രത്യേക റൂട്ടിൽ കൂടെ മാത്രം ഒഴുകി ഒരു ആവശ്യ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യുന്ന സംവിധാനമുണ്ട് നദികൾ എന്നുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത്. അത് നമ്മൾ നേരിട്ട് വിചാരിക്കുന്ന അർത്ഥം മാത്രമല്ല. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് നദികളിലും നീരുറവകളിലും ഒഴിച്ചു. അപ്പോൾ ഒന്ന്, നദികൾ എന്നതുകൊണ്ട് അർത്ഥമാകുന്ന ഇസ്രായേൽ ജനത്തെയാണ്. ആ നദികളിലെ പ്രവാചകന്മാരെയാണ് അതിനകത്ത് ഏറ്റവും നീരുറവയായിട്ട് കാണുന്നത്. ആ നീരുറവ ഏതാണ്? നീരുറവകളിലും ഒഴിച്ചു. നീരുറവ എന്ന് പറയുന്നത് ജലം, ശുദ്ധമായ നദിയിൽ കൂടി ഒഴുകി വരുന്ന ജലം മാത്രമല്ല, സർവശക്തനായ ജീവജലത്തിൻ്റെ ദൈവവചനത്തെയാണ് അത് അർത്ഥമാക്കുന്നത്. ഇസ്രായേൽക്കാർക്ക് ദൈവം കൊടുത്ത പ്രമാണങ്ങളെല്ലാം ഒരു നീരുറവയിലേക്ക് നയിക്കുന്ന നിയമങ്ങളായിരുന്നു. അതുകൊണ്ടാണ് നിത്യജീവൻ്റെ നീർച്ചാലാകുന്ന നിത്യജീവൻ്റെ വചനങ്ങൾ, നിന്നെ ഞാൻ അനശ്വരമായ നീർച്ചാലിലേക്ക് നയിക്കും, നിത്യജീവൻ്റെ നീർച്ചാലായ യേശുക്രിസ്തു, നിത്യജീവൻ്റെ നീർച്ചാലായ പരിശുദ്ധാത്മാവ്, നിത്യജീവൻ്റെ നീർച്ചാലിൻ്റെ ഒഴുക്കായ തിരുവചനങ്ങൾ, സുവിശേഷങ്ങൾ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ, അതിനുശേഷം വെളിപാട് ഗ്രന്ഥം, ഇതെല്ലാം നിത്യജീവൻ്റെ നീർച്ചാലാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, എന്താണ് പറയുന്നത്? നദികളിലും നീരുകളിലും ഒഴിച്ചു, അവ രക്തമായി മാറി. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ആ അശുദ്ധി നിറഞ്ഞ മേഖലയിലേക്ക് ദൈവത്തിൻ്റെ ക്രോധം ഒഴിക്കുമ്പോൾ അവിടെ എന്തായിട്ട് മാറും? രക്തമായിട്ട് മാറും. ആ നദികൾ ഇസ്രായേൽ ജനത്തിൽ നമുക്കറിയാം 144,000 പേര് ഇസ്രായേലിലെ ഗോത്രങ്ങളിൽ രക്ഷപ്പെടുകയുള്ളൂ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിക്കും? അവർ രക്തമായിട്ട് മാറും. നീരുറലും ഒഴിച്ചു. നീരുറവ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ചിന്തിക്കുമ്പോൾ സുവിശേഷ പ്രവർത്തന കത്തോലിക്ക സഭയുടെ സുവിശേഷ പ്രഘോഷണം നിന്നുപോകും. കർത്താവ് അതിൽ തൻ്റെ ക്രോധത്തിൻ്റെ അഗ്നി ഒഴിക്കും.
അത് അപ്പോൾ ജലത്തിൻ്റെ ദൂതൻ പറയാൻ ഞാൻ കേട്ടു, ആയിരുന്നവനും ആയിരിക്കുന്നവനും പരിശുദ്ധനുമായ അങ്ങ് ഈ വിധികളിൽ നീതിമാനാണ്. അവർ വിശുദ്ധരുടെയും പ്രവാചകന്മാരുടെയും രക്തം ചൊല്ലും. കണ്ടോ, അവിടെ വെച്ചിരിക്കുന്നത് നമ്മൾ നോക്കണം, നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ വിശുദ്ധരുടെയും, ഇസ്രായേൽ ജനത്തിലെ വിശുദ്ധരുടെയും, പിന്നെ ആരുടെയാണ്, പ്രവാചകന്മാരുടെയും. നമുക്കറിയാം മോശ വിശുദ്ധനായൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് മോശയെ സർവ്വശക്തനായ ഇസ്രായേലിനെ നയിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. പിന്നെ വിശുദ്ധർ, പിന്നെ യെശയ്യാ പ്രവാചകൻ മുതൽ ദാവീദ് രാജാവിൻ്റെ പ്രവാചകൻ സാവൂളിനെ തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം ദാവീദ് അഭിഷിക്തനാകുന്നു. ദാവീദ് കൂടെ ഇസ്രായേൽ ജനം ശക്തി ആർജിക്കുന്നു. അതിനുശേഷം യേശയ്യാ പ്രവാചകനിൽ കൂടെ യേശുക്രിസ്തു ജനിക്കുന്നു, മുന്നറിയിപ്പ് വരുന്നു. അതിനുശേഷം ജെറമ്യാ പ്രവചനങ്ങളിലേക്ക് വരുന്നു. അതിനുശേഷം എസെക്കിയേലിലേക്ക് വരുന്നു. ഇങ്ങനെ ദാനിയേലിലേക്ക് വരുന്നു. ഈ ഓരോ പ്രവാചകന്മാരിലേക്കും ഇങ്ങനെ വരുമ്പോൾ ഈ പ്രവാചകന്മാരെല്ലാം നല്ലൊരു ശതമാനം ആളുകളെ അവർ കൊല്ലുകയായിരുന്നു, അല്ലാതെ അവരെ നീതിക്ക് വേണ്ടിയിട്ട് അവരെ നല്ല സുഖവാസ കേന്ദ്രത്തിൽ കൊണ്ട് താമസിപ്പിക്കുക അല്ലായിരുന്നു എന്നറിയാം. പ്രത്യേകിച്ച് അപ്പസ്തോലന്മാരെയൊക്കെ നമുക്ക് എടുത്തറിയാം. 80%, 85%, 90% അപ്പസ്തോലന്മാരെയും കൊല ചെയ്യപ്പെടുകയായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ കർത്താവ് എന്ത് സമയത്താണ് ആ നീരുറവ എന്നത് അർത്ഥമാക്കുന്നത് ഇന്നത്തെ ഭാഷയിൽ സുവിശേഷം, അന്നത്തെ ഭാഷയിൽ ഇസ്രായേൽ ജനത്തിൻ്റെ പഴയ നിയമഗ്രന്ഥങ്ങൾ, ഇന്നത്തെ ഭാഷയിൽ സുവിശേഷങ്ങൾ. ഇതിനകത്തേക്കെല്ലാം സർവ്വശക്തനായ ദൈവം തൻ്റെ ക്രോധം ഒഴിക്കുമെന്നും അപ്പോൾ നദികളായ ഇസ്രായേൽ ജനത്തെ അത് ബാധിക്കും, നീരുറവയായ സുവിശേഷത്തെ അത് ബാധിക്കും. ഇതെല്ലാം രക്തമായി മാറുമെന്നും അവിടെ അവർ മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തം ചത്ത മനുഷ്യൻ്റെ രക്തം പോലെയായി മാറുമെന്നൊക്കെ കർത്താവ് 1ഉം 2ഉം ക്രോധത്തിൻ്റെ പാത്രങ്ങളിലൂടെ എഴുതി വെച്ചാണ്. ഇത്രയും ഞാൻ വിശദമായിട്ട് പറയാൻ കാരണം 2030 മുതലുള്ള കാലഘട്ടത്തിൽ മേലോട്ട് പിന്നീടുള്ള 3.5 വർഷം, 2033 ഡിസംബർ 31 വരെ ഉള്ള കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ക്രോധത്തിൻ്റെ പാത്രം ആകാശത്ത് വന്നുകൊണ്ടേയിരിക്കും. ആ 3.5 വർഷം കൊണ്ട് 7 ക്രോധത്തിൻ്റെ പാത്രങ്ങൾ ഭൂമിയിലേക്ക് വരണം. 2030 ജൂലൈ 1 മുതൽ ഉള്ള 2033 ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ 7 ക്രോധത്തിൻ്റെ പാത്രങ്ങൾ ഭൂമിയിലേക്ക് കർത്താവ് ഒഴിക്കും. അപ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്, മൂന്നാമതിൻ്റെ പാത്രം നദികളെന്ന് പറയുന്നത് നമ്മൾ ഇസ്രായേൽ ജനം, നീരുറവുകളിലും, അതുപോലെ പട്ടാള സംവിധാനങ്ങൾ നമുക്കറിയാം. പട്ടാളങ്ങളെല്ലാം ഇവിടെ ഉള്ള ഒരു പ്രത്യേക സ്ഥലത്ത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുണ്ടാവും. അവർ പ്രത്യേക രീതിയിലോ അല്ലാതെ അവർക്ക് നേരെ പോകാൻ പറ്റില്ല. അവരതിൻ്റെ പ്രത്യേക രീതിയിൽ നദികൾ വളഞ്ഞും പുഴഞ്ഞും ഒഴുകുന്നത് പോലെ പട്ടാളക്കാരെല്ലാം രഹസ്യത്തിലും പ്രത്യേക രീതിയിലുമൊക്കെയാണ് ഒരു നിശ്ചിത സ്ഥലത്തേക്ക് എന്നതുപോലെ ആ നദികളിലും അത്തരം സ്ഥലങ്ങളിലും സർവശക്തനായ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ പാത്രം ഒഴിക്കുമെന്നും അതോടുകൂടി ഓരോ രാജ്യങ്ങളുടെയും അവസ്ഥ അതിൻ്റെ ഡയറ്റുള്ള അറിവിൻ്റെ തലത്തിൽ നീരുറവ, ജലം, നദികളിൽ അണുബോംബ് വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അങ്ങോട്ട് അവിടുത്തെ വെള്ളം പറ്റിപ്പോവും. അതുകൊണ്ടാണ് പറഞ്ഞത് ആ നീരുറവൽ പറ്റിപ്പോയി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ അർത്ഥം ജ്ഞാനത്തിൻ്റെ തലത്തിലെ അർത്ഥമാണിത്. അതിൻ്റെ മൂന്നാമത്തെ തലത്തിലെ അർത്ഥമാണ് എന്നേക്കുമായി വിശുദ്ധ ലിഖിതങ്ങൾ, ദൈവിക സാന്നിധ്യങ്ങൾ, ദൈവിക പദ്ധതികൾ, തിരുലിഖിതങ്ങൾ, അത് പ്രഘോഷിക്കപ്പെടുന്നവർ, അതിൻ്റെ കുദാശ സംവിധാനങ്ങൾ, അതിൻ്റെ ഇസ്രായേൽ എന്ന രാഷ്ട്രം, ആ രാഷ്ട്രത്തിൻ്റെ തത്വസംഹിതകൾ എല്ലാം ഈ ഭൂമിയിൽ നിന്ന് ദൈവം തൻ്റെ ക്രോധത്തിൻ്റെ പാത്രം ഉപയോഗിച്ച് ഭൂമിയെ കത്തിക്കുമ്പോൾ, നശിപ്പിക്കുമ്പോൾ, എന്നേക്കുമായി നശിപ്പിക്കുമ്പോൾ ഇത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സർവശക്തനായ ദൈവം വളരെ വ്യക്തമായിട്ട് നിഗൂഢമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ജലത്തിൻ്റെ ദൂതൻ പറയുന്നത് ഞാൻ കേട്ടു, ആയിരുന്നവനും ജലത്തിൻ്റെ ദൂതൻ നിത്യജീവൻ്റെ. ആ ജലത്തിൻ്റെ ദൂതൻ ആരായിരുന്നു? ഇന്നത്തെ ഭാഷയെ പറഞ്ഞിരുന്നു സുവിശേഷ പ്രഘോഷകൻ. ലോകം മുഴുവനും സുവിശേഷം പ്രഘോഷിക്കുക, സനാതന സുവിശേഷം വിളമ്പുക, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുണ്ടെന്ന് പറയുക, കുദാശയിൽ കൂടെ സഭയും ജനവും ഉണർന്ന് യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. അങ്ങനെ വിശ്വാസത്തിലും വിശുദ്ധിയിലും നീതിബോധത്തിലും വളരേണ്ട ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്ന ഇന്നത്തെ സുവിശേഷ പ്രഘോഷണവും സുവിശേഷ ശുശ്രൂഷയും കർത്താവ് കണ്ടിട്ട് പറയാണ്, ഞാൻ കേട്ടു. അപ്പോൾ എന്താ പറയുന്നത് കേട്ടെ, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനായ ദൈവം പരിശുദ്ധൻ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ എൻ്റെ ബാക്കി ഭാഗമാണ് ഇത് പറയുന്നത്. അങ്ങ് ഈ വിധികളിൽ നീതിമാനാണ്. അപ്പോൾ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മ ദൈവവും ത്രിത്വകതയുമായ സ്വർഗത്തിന് ഉടമസ്ഥാവനുള്ള സ്വർഗീയ അപ്പൻ്റെ ഈ പ്രവൃത്തികൾ നീതിയുക്തമാണെന്ന് പ്രപഞ്ചം പ്രഘോഷിക്കാൻ പോവുകയാണ്. കാരണം ഓരോന്നിനെയും കർത്താവ് സൃഷ്ടിച്ച അശുദ്ധി നിറഞ്ഞ ഈ ലോകത്തിലെ ഓരോ സംവിധാനത്തെയും കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ പാത്രങ്ങൾ ഉപയോഗിച്ച് ഈ ഭൂമിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുമ്പോൾ, ഇല്ലായ്മ ചെയ്യുമ്പോൾ അത് കണ്ടുന്ന ദൂതന്മാർ പറയാണ്, അങ്ങ് ഈ വിധികളിൽ നീതിയുക്തമാണ്. കാരണം ഇത്രമാത്രം ഈ 6000 വർഷക്കാലം പഴയ നിയമ ഗ്രന്ഥത്തിലെ പ്രവാചകന്മാർ അരുളി ചെയ്ത പഴയ നിയമത്തിലെ ഇസ്രായേൽക്കാരുടെ ഇന്നത്തെ പഴയ നിയമഗ്രന്ഥവും കത്തോലിക്ക സഭ പ്രവാചകന്മാരിൽ കൂടെ, അതായത് സുവിശേഷത്തിൽ കൂടെ എഴുതിയെടുത്ത സുവിശേഷവും അപ്പസ്തോലന്മാർ ഈ ലോകത്തിനെഴുതിയ പ്രബോധനങ്ങളും
ആ പ്രബോധനത്തിലും അതിൻ്റെ ഏറ്റവും വിശുദ്ധമായ തലത്തിൽ വെളിപാട് ഗ്രന്ഥത്തിൽ കൂടെ നിഗൂഢരഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ട് കർത്താവിൻ്റെ വരവുണ്ടെന്ന് പഠിപ്പിച്ച പ്രബോധനങ്ങളും എല്ലാം മനുഷ്യൻ പുല്ല് വില കൊടുത്ത് കാണുമ്പോൾ, പ്രത്യേകിച്ചും വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഒരു വ്യക്തമായ ക്ലാസ്സോ കാഴ്ചപ്പാടോ നമുക്ക് ലഭിക്കാതെ കൂടി വരുമ്പോൾ, അതിൻ്റെ പഠനം ഇല്ലാതെ വരുമ്പോൾ, വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് പഠിപ്പിക്കുവാൻ തൻ്റെ പ്രവാചകപരമോ പ്രബോധനപരമോ ഉള്ള ഒരു വ്യക്തിയും സഭയിൽ ഇല്ലാതെ വരുമ്പോൾ, സർവശക്തനായ ദൈവം തൻ്റെ ക്രോധത്തിൻ്റെ പാത്രം ഭൂമിയിലേക്ക് ഒഴിക്കുമ്പോൾ എന്തു സംഭവിക്കുമെന്ന്, അത് ഏത് കാലഘട്ടത്തിൽ നടക്കുമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ കൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, 2030 എന്ന ആ സംഖ്യ തുടങ്ങുകയും അതിൻ്റെ 6 മാസം 30-ൻ്റെ 6 മാസം മുന്നോട്ട് പോയി ജൂൺ 30 അവസാനിച്ച് ജൂലൈ 1 പ്രവേശിക്കുമ്പോൾ അതൊരു 3.5 വർഷത്തെ തുടക്കമാണ്. അതൊരു 1990 എന്ന സംഖ്യയുടെ തുടക്കമാണ്. ആ സമയത്ത് ഏകലോക ഗവൺമെൻറ് അധികാരത്തിൽ വരും. ആ സമയത്ത് കൊടുക്കൽ വാങ്ങലിന് വേണ്ടിയിട്ട് ഇത്തരം സംവിധാനങ്ങൾ വരും. വരുമ്പോൾ അത് മുദ്രയടിക്കുന്നവരുടെ മേൽ വ്രണങ്ങളുണ്ടാവും. അതിന് ശിക്ഷ ലോകത്തിൻ്റെ കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ പാത്രങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കും. ആ ഒഴിക്കുമ്പോൾ ഭൂമിയിൽ ശുദ്ധജലം നഷ്ടപ്പെടും, പട്ടാള സംവിധാനങ്ങൾ ഇല്ലാതെയാവും, അതുപോലെ ഘോരയുദ്ധങ്ങൾ നടക്കും. ഇതെല്ലാം വ്യക്തമായിട്ട് കർത്താവ് വന്നിരിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം ഈ 7 വർഷത്തിനുള്ളിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. 2027 മുതൽ 2033 വരെയും അതിനുശേഷം വരുന്ന ചുരുങ്ങിയ സമയത്തേക്കും സംഭവിക്കേണ്ട വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് വിശുദ്ധഗ്രന്ഥത്തിൽ കർത്താവ് എഴുതി വെച്ചിരിക്കുന്നത്. അതിനുശേഷം അവർ ആയിരം പരിശുദ്ധനുമായ അങ്ങ് ഈ വിധിയിൽ നീതിയാണ്. അവർ വിശുദ്ധരുടെയും പ്രവാചകന്മാരുടെയും രക്തം ചൊരിഞ്ഞു. വിശുദ്ധരെന്ന് ഇസ്രായേൽ ജനം, അതിൻ്റെ ഇസ്രായേൽ ജനത്തെ നയിച്ച നീരുറവയിലെ ആ ശുദ്ധജലമായിരുന്നു അവിടുത്തെ പ്രവാചകന്മാർ. അവരുടെ അധരത്തിലൂടെ കേട്ട ദൈവത്തിൻ്റെ 10 പ്രമാണങ്ങളും മോശയുടെ നിയമങ്ങളും കൽപ്പനകളും, അതിനുശേഷം നിയമാവർത്തനം, അതിനുശേഷം ഓരോ രാജാക്കന്മാർ അല്ലെങ്കിൽ പ്രവാചകന്മാർ ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ച ആ നീതിയുടെ പാഠങ്ങൾ, ഇതെല്ലാം എന്തായിരുന്നു? വിശുദ്ധരുടെ പ്രവൃത്തിയായിരുന്നു, വിശുദ്ധരുടെ പദ്ധതിയായിരുന്നു. അവർ വിശുദ്ധരുടെയും, വിശുദ്ധ ഇസ്രായേൽ ജനത്തെ പ്രവാചകന്മാരുടെയും വിശുദ്ധരുടെയും പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ അതിനകത്ത് നയിച്ച പ്രവാചകന്മാർ, അതിനുശേഷം പ്രവാചകനായ യേശു ക്രിസ്തു, അതിനുശേഷം അപ്പസ്തോലന്മാർ, ഇതെല്ലാം പ്രവാചകപരമുള്ളവരും പ്രബോധനപരമുള്ളവരായിരുന്നു. അവരുടെ എല്ലാം എന്തു ചൊരിഞ്ഞു? രക്തം ചൊരിഞ്ഞു. എന്നാൽ അങ്ങ് അവർക്ക് രക്തം കുടിക്കാൻ കൊടുത്തു. അവർ ഈ പ്രവാചകന്മാരുടെയും ഈ അപ്പസ്തോലന്മാരുടെയും യേശു ക്രിസ്തു എന്ന സത്യദൈവത്തെയും എല്ലാം കൊലയ്ക്ക് കൊടുക്കുകയും രക്തം ചൊരിയുകയും ചെയ്തപ്പോൾ എന്തു സംഭവിച്ചു? തിരിച്ചവർക്ക് രക്തം കുടിക്കാൻ കൊടുക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ ഒരു നാശം, സമ്പൂർണമായ ഒരു നാശത്തിൻ്റെ പദ്ധതിയിലേക്ക് ലോകത്തെ ദൈവം എടുത്തെറിയുമെന്ന് വ്യക്തമായിട്ട് ചോദിച്ചത്. എന്നാൽ അങ്ങ് അവർക്ക് രക്തം കൊടുത്തു, അതാണ് അവർക്ക് കിട്ടേണ്ടത്. അപ്പോൾ ബലിപീഠം പറയുന്നത് ഞാൻ കേട്ടു, സർവശക്തനും ദൈവമായ കർത്താവെ, അങ്ങയുടെ വിധികൾ സത്യവും നീതി നിറഞ്ഞതുമാണ്. ബലിപീഠം എന്താണ്? ബലിപീഠം അതാണ് ഇസ്രായേലിൻ്റെ ബലിപീഠം, ലോകത്തിൻ്റെ മൊത്തം ബലിപീഠം, പ്രപഞ്ചത്തിലെ മൊത്തം ബലിപീഠം എന്നതുകൊണ്ട് ദൈവം ഇവിടെ അർത്ഥമാക്കുന്ന ഇസ്രായേലിൻ്റെ ആ ബലികൾ നടക്കുന്ന ജെറുസലേം ദേവാലയത്തിലെ ആ പ്രാർത്ഥന മാത്രമല്ല. അതാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ, നേരിട്ടൊരു അർത്ഥം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും ബലിപീഠം നമ്മുടെ കത്തോലിക്ക സഭയിലെ വിശുദ്ധ ബലി അർപ്പിക്കുന്ന ബലിപീഠങ്ങൾ, നമ്മുടെ മതബഹകൾ, അതാണ് ഉദ്ദേശം. അതല്ല ദൈവം അർത്ഥമാക്കുന്നത്. അത് ബലിയല്ല. എന്നേക്കുമുള്ള ഏക ബലി യേശുക്രിസ്തുവിൻ്റെ തിരുശരീരം യാഗമായി നമുക്ക് തന്ന് കുരിശിൽ തൂക്കപ്പെട്ട് കൊല്ലപ്പെട്ട് മരിച്ചു ഉയർത്തെഴുന്നേറ്റതോടുകൂടി എന്നേക്കുമുള്ള വിശുദ്ധ ബലിയും അതിൻ്റെ സംവിധാനം ലോകത്ത് അവസാനിച്ചു. എന്നാൽ വീണ്ടും ബലിപീഠം എന്നുകൊണ്ട് കർത്താവ് അർത്ഥമാക്കുന്നത് ഈ നശിച്ചുപോയ ഇസ്രായേൽ ജനത്തിൻ്റെ ബലിപീഠത്തെ കർത്താവ് പുനഃസൃഷ്ടിക്കാൻ അനുവദിക്കുകയും വീണ്ടും 2027 മുതൽ 2030 വരെ നടക്കുന്ന ജെറുസലേം ദേവാലയത്തിലെ ബലികൾ ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെ ലോകത്തെ മൊത്തമായിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ഇസ്രായേൽക്കാർ എവിടെയൊക്കെ ഉണ്ടോ അവരുടെ എല്ലാം പ്രാർത്ഥനയും അവരുടെ എല്ലാം പരിത്യാഗവും, ഓരോ വീടും ഇസ്രായേൽക്കാർ നിൽക്കുന്ന ഓരോ സ്ഥലവും ബലിപീഠമായി മാറും. ലോകത്തിൻ്റെ മൊത്തം ബലിപീഠം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന രാഷ്ട്രമാണ്. ഇസ്രായേൽ എന്ന ജെറുസലേം ദേവാലയമാണ്. ഇസ്രായേൽ ജെറുസലേം ദേവാലയത്തിലെ ബലികളും കാഴ്ചകളുമാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അപ്പോൾ ബലിപീഠം പറഞ്ഞ് ഞാൻ കേട്ടു, അതെ, സർവശക്തനും ദൈവമായ കർത്താവെ, അങ്ങയുടെ വിധികൾ സത്യവും നീതി നിറഞ്ഞതുമാണ്. അപ്പോൾ സത്യവും നീതിയും നിറഞ്ഞ ബലിപീഠം ഏതാണ്? അതൊരു വലിയ ചോദ്യമാണ്. അപ്പം നമ്മുടെ കത്തോലിക്ക സഭയിലെ ബലികളും ബലിപീഠങ്ങളും സത്യവും നീതി നിറഞ്ഞതല്ലേ? അങ്ങനെ ഒരു ചോദ്യം നമുക്ക് ചോദിക്കണം. നമുക്ക് അറിവിൻ്റെ തലത്തിൽ ജ്ഞാനത്തിനടുത്തേക്ക് കിടന്ന് അതിൻ്റെ അപ്പുറത്തെ തലത്തിലേക്ക് ദൈവജ്ഞാനത്തിൻ്റെ അർത്ഥത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ നമ്മൾ ചോദിച്ച് ഉത്തരം കണ്ടെത്തണം. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ഇന്ന് കാണുന്ന സഭാ തർക്കങ്ങളുടെ പ്രസക്തി. അവിടെ ഇന്ന് കാണുന്ന സഭാ തർക്കങ്ങളോട് കൂടിയിട്ട് ബലിയർപ്പിച്ചാൽ അത് നീതിയുക്തമല്ല എന്ന് വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ്.
അതാണ്. അപ്പോൾ പിന്നെ നീതിയുക്തമായ ബലിപീഠം ഏതാണ്? അതാണ് ഇസ്രായേൽക്കാരുടെ ബലിപീഠം. ഇസ്രായേൽക്കാരുടെ ഇനി വരാനിരിക്കുന്ന പുതിയ ബലിപീഠത്തിലെ ബലികൾ. അവരാ പഴയ ആ സിസ്റ്റം വെച്ച് തന്നെ അവർക്കൊരു മാറ്റം വന്നിട്ടില്ല. പഴയ നിയമഗ്രന്ഥത്തിൽ കാളയെയും ആടിനെയും ചങ്ങാരികളെയും പ്രാവിനെയും ഒക്കെ കൊണ്ട് ബലി കൊടുത്ത് തൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് അവർ ജെറുസലേം ദേവാലയത്തിന് മുമ്പിൽ കാണിക്കയിട്ട് അവർ നീതിപൂർവ്വം നേർക്ക് നേരെ തൻ്റെ ബലിവസ്തുവായിട്ട് കണ്ടു കൊടുത്ത കാള അല്ലെങ്കിൽ ആടിനെ ബലിയർപ്പിക്കുമ്പോൾ കർത്താവേ സർവശക്തനായ ദൈവമേ ജെറുസലേം ദേവാലയത്തെ നോക്കി അവർ പറഞ്ഞിരുന്നു. അവരങ്ങോട്ട് കരങ്ങൾ നീട്ടി അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ജെറുസലേം ദേവാലയത്തെ നോക്കി പറഞ്ഞിരുന്നു, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, കാരണം ഞാനൊരു ആടിനെ ബലിയർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പാപങ്ങൾ, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പാപങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് കാളകളെ ബലിയർപ്പിച്ച ആ സംവിധാനം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ, പുനരാരംഭിക്കുമ്പോൾ അവിടെ ആ ബലി അതേപടി ചെയ്യുമ്പോൾ അവിടെ സത്യം നീതിയുക്തമാണ്. എന്നാൽ ഇന്ന് നമുക്കറിയാം, ഇന്ന് നടക്കുന്ന ബലികൾ എന്നൊക്കെ എന്ന് പറയുന്നത് നാം എന്താണെന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ചും അപ്പസ്തോലൻ പ്രവൃത്തി പറഞ്ഞുകൊണ്ട് അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്ന് പറഞ്ഞതിനെ കുർബാന എന്ന് പേരിട്ടുകൊണ്ട് മറ്റൊരു പേരിട്ടുകൊണ്ട് ബലിയാക്കി മാറ്റി. സ്വന്തം ഇഷ്ടമനുസരിച്ച് വളച്ചൊടിച്ച് പ്രത്യേക രീതിയിൽ ചെല്ലുവാനുള്ളത് കാര്യമല്ല എന്ന് വിശുദ്ധ വെളിപാടിൻ്റെ പുസ്തകത്തിൽ കർത്താവ് എഴുതി വെച്ച വചനമാണിത്, നിഗൂഢ രഹസ്യമാണിത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, കർത്താവെ അങ്ങയുടെ വിധികൾ സത്യവും നീതിയും നിറഞ്ഞതാണ്. അപ്പോൾ ബലിപീഠം പറഞ്ഞ് ഞാൻ കേട്ടു. അതെ, സർവ്വ ബലി എന്ന് പറയുമ്പോൾ ആ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനയുടെ ദൈവത്തിൻ്റെ ആത്മാവാണ്, ദൈവാത്മാവ്. അതുകൊണ്ടാണ് ബലിപീഠം പറഞ്ഞത്. ആ പ്രാർത്ഥനകൾ നീതിയുക്തമായ പ്രാർത്ഥനകൾ, നീതി നിറഞ്ഞത്, വിശുദ്ധി നിറഞ്ഞത്. ഞാൻ ചെയ്തു പോയി തെറ്റുകൾ, 100 കണക്കിന് തിന്മകൾ എൻ്റെ ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും ആത്മാവിലുമുണ്ട്. 100 കണക്കിന് അശുദ്ധി നിറഞ്ഞവനാണ് ഞാൻ. ഒരുപാട് തെറ്റും കുറ്റമുള്ള എൻ്റെ കർത്താവേ, സർവശക്തനാദ്യമേ, എന്നോട് കരുണയായിരിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന ബലിപീഠത്തിലെ പ്രാർത്ഥനകൾ അത് കേൾക്കുമ്പോൾ കർത്താവ് പറയാണ് അത് നീതിയുക്തവും നീതി നിറഞ്ഞതുമാണ്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കണം, നമ്മൾ എല്ലാ രീതിയിലും ചിന്തിച്ചു നോക്കി, നാം അർപ്പിക്കപ്പെടുന്ന ബലി, നമ്മുടെ ദേവാലയ കത്തോലിക്ക സഭയിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിൽ എൻ്റെ പങ്കാളിത്തം എന്താണ്? എൻ്റെ ഭാഗഭാഗിത്വം എന്താണ്? എൻ്റെ വിശുദ്ധിയുടെ തലം ഏതൊക്കെയാണ്? അത് അർപ്പിക്കപ്പെടുന്ന വ്യക്തിയും അർപ്പിക്കപ്പെടേണ്ട വ്യക്തിയും അത് കാണുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തികളും എല്ലാം ആഗോളസഭയെ മൊത്തമായിട്ട് എടുത്ത് നോക്കിയാലും പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കർത്താവിൻ്റെ മുന്നിൽ നീതി നിറഞ്ഞതായിരിക്കണമെങ്കിൽ ആ നീതിയുടെ പ്രാർത്ഥനകൾ അവിടുന്ന് ഉയരണം. അവിടെ ഉയരാത്ത സാഹചര്യം വരുമ്പോൾ കർത്താവ് നിഗൂഢമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഓരോ വചനത്തിൻ്റെ അർത്ഥം നാം ഗ്രഹിക്കുമ്പോൾ നീതി എവിടെ? നീതി വിശുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്നു. വിശുദ്ധിയും നീതി കൂടെ ചേരുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന അവസ്ഥയിൽ ഫലങ്ങൾ ശൂന്യമാകുന്ന അവസ്ഥയിലേക്കാണ് നാം നടന്നെടുക്കുന്നതെങ്കിൽ നമുക്ക് എന്തു പ്രയോജനം നേട്ടമുണ്ടാവും? അതുകൊണ്ട് കർത്താവ് പറയാണ്, മൂന്നാമൻ തൻ്റെ പാത്രം നദികളിലും നീരുറവുകളിലും ഒഴിച്ചു. ഇസ്രായേൽ ജനത്തിൻ്റെ മേലും നീരുറവയാവുന്ന സുവിശേഷത്തിൻ്റെ മേലും പ്രവാചകന്മാരുടെ മേലും പ്രാർത്ഥനയുടെ മേലും സർവശക്തനായ ദൈവത്തിൻ്റെ നീതിയുടെ ക്രോധത്തിൻ്റെ പാത്രങ്ങൾ ഒഴിക്കുമ്പോൾ ഭൂമിയിൽ സംഭവിക്കുന്നത് വളരെ ഭയാനകം. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷ നേടുന്നതിന്, അതിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നതിന്, അതിൽ നിന്നൊരു വിമോചനം നേടുന്നതിന് ആ പശ്ചാത്തലം ഭൂമിയിൽ വരുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ സഭയും എൻ്റെ കർത്താവായ ദൈവത്തിൻ്റെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇപ്പോൾ ചെയ്യേണ്ട പ്രവൃത്തികളാണ്, അല്ലാതെ അപ്പോൾ ചെയ്യേണ്ട പ്രവൃത്തികളല്ല. അപ്പോൾ ഒരു മനുഷ്യന് അനങ്ങാൻ പറ്റില്ല. കാരണം നാം എവിടെ ഇരുന്നാലും അവിടെ ദുരാത്മാക്കൾ നമ്മളെ വേട്ടയാണ്. മനുഷ്യൻ്റെ ശരീരത്തേക്ക് വ്രണങ്ങൾ വരും, ഭൂമിയുടെ ചൂട് വർദ്ധിക്കും. ഓരോ ക്രോധത്തിൻ്റെ പാത്രങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ എഴുതി വായിച്ചു നോക്കി അറിയാം. ഓരോ പാത്രങ്ങൾ, വെളിപാടിൻ്റെ പുസ്തകം 18 അവിടെ വെച്ച വചനങ്ങൾ നമുക്കറിയാം. അതൊക്കെ നിങ്ങൾ എടുത്ത് വായിച്ച് നോക്കണം പ്രിയപ്പെട്ട, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളൂ എപ്പോഴാണ് ഇതിൻ്റെ ഭയാനകത അല്ലെങ്കിൽ ഇതിൻ്റെ സംഭവം എവിടെയാണ് കിടക്കുന്നതെന്ന്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരുന്നിട്ട് വേണം ഇത് വായിക്കാൻ. വെളിപാടിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനം, 4-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി, അപ്പോൾ സൂര്യൻ്റെ മൂന്നിലൊന്നും ചന്ദ്രൻ്റെ മൂന്നിലൊന്നും നക്ഷത്രങ്ങളുടെ മൂന്നിലൊന്നും തകർക്കപ്പെട്ടു. ഇത് നിയമിച്ചിട്ടുണ്ട്. ആണവ സ്ഫോടനങ്ങൾ ബഹിരാകാശത്ത് നടക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ സംഭവിച്ചിട്ട് ബാക്കിയുള്ള മനുഷ്യർ വീണ്ടും ജീവിച്ചിരിക്കുകയാണ് ഭൂമിയിൽ. അപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ എത്ര ഭയാനകം. നമ്മുടെ വീട്ടിൽ എത്ര സുരക്ഷിതമായിട്ടിരുന്നാലും, അല്ല നമ്മുടെ രാജ്യത്തിന് സുരക്ഷ എത്ര വർദ്ധിപ്പിച്ചാലും അവിടെ ഒരിടത്തും ഭൂമിയുടെ ഒരു കോണിലും, ഭൂമിക്കടിയിലോ ഭൂമിക്ക് മുകളിലോ ബഹിരാകാശത്തോ പോലും ഒരാൾക്കും സ്വസ്ഥതയോ രക്ഷയോ ഉണ്ടാവുന്ന ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ അവിടെ എല്ലാം രക്ഷ തരുന്ന ഒരു അയൺ ഡോം, ഒരു അയൺ ബീം, അല്ലെങ്കിൽ ഒരു റഡാർ സംവിധാനം, അല്ലെങ്കിൽ ഒരു ബങ്കർ പോലെ, അല്ലെങ്കിൽ ഒരു അത്ഭുത സ്ഥലം പോലെ കർത്താവ് കാത്തു നോക്കുന്ന ഒരേ ഒരു സത്യമുള്ളൂ. അതാണ് വെളിപാട് 10:13 ഞാൻ പറയുന്നു, സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷകളുടെ സമയത്ത്
നിന്നെ ഞാൻ സംരക്ഷിക്കും. എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തു. ആ ദൈവവചന സംരക്ഷണ ആ കവചമല്ലാതെ മറ്റൊരു സംരക്ഷണ കവചവും നമുക്കുണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇപ്പോൾ നമ്മൾ കുർബാന കാണുന്നില്ലേ, ഇപ്പം ഞാൻ സഭയിലല്ലേ? ഒരു കാര്യമല്ല പ്രിയപ്പെട്ട. ഒരു വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇതൊന്നും പോകുന്നത്. ഇസ്രായേൽ പോകുന്നത്, കത്തോലിക്ക സഭ പോകുന്നത്, ഞാൻ പോകുന്നത്, നിങ്ങൾ പോകുന്നത്. വചനവും ദൈവവചനവും സഭയും തമ്മിലോ അല്ല ദൈവവചനം ഞാനും തമ്മിലോ യാതൊരു ബന്ധവുമില്ല. എനിക്കെൻ്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കും. അതിനെന്നെ ചോദിക്കാൻ ആരുമില്ല. എനിക്കിഷ്ടമുള്ള പരിപാടികളൊക്കെ എൻ്റെ കണ്ണിന് ഞാൻ കൊടുക്കും, കാതിന് കൊടുക്കും. അതുകൊണ്ടാണ് കർത്താവ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് വെളിപാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനം എടുത്ത് നോക്കി. അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി. ഇപ്പം ലോകം ഇങ്ങനെ തിളക്കിയാണ് ഉന്മത്തരായിട്ട്. മദ്യം കഴിച്ചും അത് കണ്ടും ഇത് കണ്ടും എല്ലാം കൂടി മനുഷ്യ ഉന്മത്തരാകുകയാണ്. ആ ഉന്മത്ത രീതിയിൽ ആടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. ഇവിടെ എൻ്റെ വിശുദ്ധിയുടെ അളവ് പരിശോധിക്കാൻ സർവശക്തനായ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ പാത്രം ഭൂമിയിലേക്ക് അണുയുദ്ധമായിട്ട് വരുമ്പോഴേ നമുക്കതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ ആർക്കും പറ്റത്തില്ല. ആരും ഉൾക്കൊള്ളുന്നില്ല. അവർക്കൊന്നും ഒരു ധ്യാനം വേണമെന്നോ, അവർക്കൊന്നും നല്ല കുമ്പസാരം വേണമെന്നോ, അവർക്കൊക്കെ വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി എന്തെങ്കിലും സംവിധാനം വേണമെന്നോ ചിന്തിക്കുന്ന പ്രശ്നമില്ല. കാരണം ഇപ്പോൾ ഞാൻ സുഖത്തിലാണ്, സുഖസൗകര്യത്തിലാണ്. ഇപ്പോഴും അവളുടെ ദുർവൃത്തിൻ്റെ വീഞ്ഞു കുടിച്ച് ഞാൻ ഉന്മത്തരായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എനിക്കൊന്നും പ്രശ്നമല്ല. എന്നിട്ട് കർത്താവ് പറയണത് എന്താണ് പിന്നെ പറയുന്നത്? അതിൻ്റെ അടിയിലത്തെ ഒരു വചനം വായിച്ചു നോക്കി. വെളിപാട് 17:4 തന്നെ ഇങ്ങോട്ട് പറഞ്ഞു കർത്താവ് പറയുമ്പോൾ, സ്വർണവും വിലപിടിച്ച രത്നങ്ങളും മുത്തുകളും കൊണ്ട് അലങ്കൃതമായിരുന്നു. വേശ്യാവൃത്തിയുടെ അശുദ്ധിയും മ്ലേച്ഛതയും കൊണ്ടുള്ള ഒരു പൊൻ ചഷകം അവളുടെ കയ്യിലുണ്ടായിരുന്നു. ആ പൊൻ ചഷകത്തിലാണ് നമ്മളുള്ളത്. ഏതാണ് ആ പൊൻ ചഷകം? ഞാൻ ഒരിക്കൽ പറഞ്ഞില്ല, എങ്കിലും ഒരിക്കൽ പറയാൻ പ്രിയപ്പെട്ടവരെ. അതിനകത്ത് 1 കിലോ ഓറഞ്ച്, 1 കിലോ ആപ്പിള്, 1 കിലോ മുന്തിരി, 1 കിലോ പൈനാപ്പിള്, 1 കിലോ തേന്, ഇതെല്ലാം കൂടി കൂട്ടി ഒഴിച്ച് നമ്മളൊരു മിക്സിയിലിട്ട് അടിച്ചാൽ നല്ല ഒന്നാന്തരം ജ്യൂസാണ്. കാരണം എല്ലാം പഴവർഗ്ഗമാണ്. ആ പഴവർഗ്ഗം പഴച്ചാറുകൾ, ചഷകം എന്ന് പറഞ്ഞാൽ പഴച്ചാറുകൾ. ആ പഴച്ചാറുകൾ അത് ആദ്യത്തെ പഴച്ചാറ് നല്ല മനോഹരം, നമുക്ക് കുടിക്കാം, നമുക്ക് ശരീരത്തിനും ആയുസ്സും ആരോഗ്യം നല്ലതാണ്. എന്നാൽ ആ പഴച്ചാറ് 5 പഴങ്ങളിലേക്ക് കുറച്ച് കോഴി കാഷ്ടവും, കുറച്ച് പന്നിമൂത്രവും, കുറച്ച് പശുവിൻ ചാണകവും, കുറച്ച് അശുദ്ധിയുടെ എന്തെങ്കിലും കുറച്ച് ചീഞ്ഞ മുട്ടയും കൂടെ എടുത്തിട്ടിട്ട് നമ്മൾ മിക്സി അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ആ ജ്യൂസ്? എത്രമാത്രം ആ മാലിന്യത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ആ കാരണത്ത് പൈനാപ്പിളുണ്ട്, തേനുണ്ട്, ഓറഞ്ചുണ്ട്, മുന്തിരിയുണ്ട്, മാങ്ങാപ്പഴമുണ്ട്, മാങ്കോസ്റ്റുണ്ട്. ഇതെല്ലാം കൊണ്ടിട്ടാണ് ആദ്യത്തെ ജ്യൂസ് അടിച്ചിരിക്കുന്നത്. അതിന് കൂടിയാണ് ഈ പറഞ്ഞ 4 മാലിന്യോട് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം മിക്സ് ചെയ്യുമ്പോൾ എങ്ങനെയിരിക്കും? പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റില്ല. അത് കുടിച്ചാൽ പെട്ടെന്ന് മരിക്കുകയുമില്ല. പക്ഷേ ക്രമേണ അവന് വയറ്റിൽ ഒഴിച്ചിലങ്ങ് പിടിച്ച് അത് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം അവന് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ അവൻ്റെ വയറ്റിലെ മുഴുവൻ സംഭവം പോയി അവൻ ബോധം കെട്ട് ബോധരഹിതനായി കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകും. ആശുപത്രി ചെന്നു, പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തു, രക്ഷയില്ല, അവിടെ കിടന്ന് മരിച്ചു, ക്രമേണ മരിക്കും. എന്നതുപോലെ മനുഷ്യ മനസ്സ് വിശുദ്ധി, അതായത് കുർബാന സ്വീകരിക്കും, കുർബാന ധ്യാനം കൂടും, കുർബാന സ്വീകരിക്കും, കുമ്പസാരിക്കും, ഏകദിന പ്രോഗ്രാമിന് പോകും, പള്ളിയിൽ പോകും, കുർബാനയ്ക്ക് പോകും, പള്ളിയിലെല്ലാം പോകും. രാത്രി ആകുമ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടമുള്ള എല്ലാ മാലിന്യം എടുത്ത് അങ്ങനെയുള്ള ഒരു രണ്ടാമത്തെ പൊൻചഷകം, രണ്ടാമത്തെ പഴച്ചാറിൻ്റെ ചഷകം പോലെയാണ് ഇന്ന് മനുഷ്യ ശരീരത്തിൻ്റെ അവസ്ഥയും മനുഷ്യൻ്റെ ആത്മാവും മനുഷ്യൻ്റെ മനസ്സും എത്രമാത്രം മലിനത നിറഞ്ഞതാണെന്ന് ചിന്തിക്കുവാനോ പഠിക്കുവാനോ മനസ്സിലാക്കാനോ പറ്റിയില്ല. അത്രമാത്രം മാലിന്യം നിറഞ്ഞ ഒരു സമൂഹമായി, ഒരു സഭയായി, ഒരു ലോകമായി, രാഷ്ട്രമായി പോയപ്പോൾ അവിടെ അവർക്ക് വേണ്ടി കർത്താവ് എഴുതി വെച്ച വചനമാണ് ഏത്? മത്തായി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 28-ാം തിരുവചനം. ലോത്തിൻ്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ലോത്ത് സോദോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിന് തീയും ഗന്ധവും പെയ്ത് അവരെല്ലാം നശിപ്പിച്ചു. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രം വെളിപ്പെടുന്ന ദിവസങ്ങളിലും. മനുഷ്യപുത്രം വെളിപ്പെടാൻ സർവശക്തനായ ദൈവത്തിൻ്റെ രണ്ടാമത്തെ യേശുക്രിസ്തു രണ്ടാമത്തെ വരവിൻ്റെ വെളിപ്പെടുത്തലുകൾ അണുയുദ്ധമായിട്ടും മറ്റ് കാര്യങ്ങളിലേക്കും ലോകത്തിൻ്റെ വാർത്തകൾ ശ്രവിക്കുമ്പോൾ മനുഷ്യപുത്രം പ്രത്യക്ഷപ്പെടാൻ വേണ്ട കാലഘട്ടം ആയി നിൽക്കുമ്പോൾ ലോകത്തിൻ്റെ അവസ്ഥ രണ്ടാമത്തെ ചഷകം പോലെയാണ്. നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ ചഷകം ഏതായിരുന്നു? പൊൻചഷകം. അപ്പോൾ ഈ പഴച്ചാറുകളെല്ലാം കൂടി ഒരു പെൺ കാസയിലാക്കി സ്വർണം കൊണ്ടുള്ള പാത്രത്തിൽ ഒഴിച്ച് നമ്മൾ കുടിക്കുന്ന പോലെയാണ് ഇന്ന് എല്ലാം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ സർവശക്തനായ ദൈവത്തിൻ്റെ ക്രോധം
ഭൂമിയിൽ പതിച്ചാൽ മാത്രമേ നമുക്ക് അല്പമായിട്ട് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ അതിനു മുമ്പുള്ള ഈ കാലഘട്ടം, ഇതിൻ്റെ വിശദീകരണ പ്രക്രിയ, ഇതിൻ്റെ ധ്യാനങ്ങൾ, ഇതിൻ്റെ പ്രാർത്ഥനകൾ, ഇതിൻ്റെ കൂട്ടായ്മകൾ, നിങ്ങൾ വരൂ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചാൽ ആർക്കും ഒട്ടും സ്വീകാര്യമല്ല. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെല്ലാം നിങ്ങളുടെ സ്വതന്ത്രമായ എൻ്റെ സുവിശേഷം, എൻ്റെ സനാതന സുവിശേഷമാണ്. ഇത് സുവിശേഷമല്ല പ്രിയപ്പെട്ടവരെ, ഇത് സനാതന സുവിശേഷം. സനാതന സുവിശേഷം യേശുക്രിസ്തു രണ്ടാമത്തെ വരവിൻ്റെ ഒരുക്കവും അതോടനുബന്ധിച്ച് വരുന്ന പ്രവൃത്തികളുടെ വേദന നിറഞ്ഞ കാലഘട്ടത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുമാണ് സനാതന സുവിശേഷം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലെ പ്രിയ സുഹൃത്തുക്കളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ഈ ചാനലിൽ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം സർവശക്തനായ ദൈവം നമ്മളെ അറിയിക്കുകയാണിപ്പോൾ. യേശുക്രിസ്തു നേരിട്ട് ഭൂമിയിലേക്ക് വന്നിട്ട് ഇതാ ഞാൻ വന്നിട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട്, ഇതാ ഞങ്ങൾ പറയാൻ വേണ്ടി വരികയെന്ന് പറഞ്ഞിട്ടല്ല പറയുന്നത്. അത് വചന പ്രഘോഷങ്ങളിൽ കൂടെ, സുവിശേഷ പ്രഘോഷങ്ങളിലൂടെ, ദൈവവചന ശുശ്രൂഷയിൽ കൂടെ, കർത്താവിൻ്റെ ദർശനങ്ങൾ ഒക്കെ കിട്ടുന്നവരിൽ കൂടെ, വിശുദ്ധ പൗരസ്ത്യയുടെ വെളിപ്പെടുത്തലിൽ കൂടെ, പരിശുദ്ധ അമ്മയുടെ വെളിപ്പെടുത്തലിൽ കൂടെ, അങ്ങനെ ധാരാളം സന്ദേശങ്ങൾ ലോകത്തിൽ കൂടെ കർത്താവ് അയക്കുന്നുണ്ട്. ധാരാളം അറിയിപ്പുകൾ, ധാരാളം സന്ദേശങ്ങൾ ഈ ലോകത്തിടുന്നത്. പക്ഷേ ഇതൊന്നും ആർക്കും ഒരു സ്വീകാര്യമല്ല. കാരണം ഞാൻ രണ്ടാമത്തെ ചഷകം ഉസ്സാറായിട്ട് കുടിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതിന് രക്ഷപ്പെടണമെന്ന് ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ അവർക്ക് നിത്യരക്ഷ ഉറപ്പാക്കാനാണ് എളിയദാസിൻ്റെ ക്ലാസ്സുകളും ധ്യാനങ്ങളും സംഘടിപ്പിച്ചിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് വന്ന് കേട്ട് വിശുദ്ധി പ്രാപിച്ചു പോയാൽ അവർക്കൊരു നിത്യരക്ഷ, നിത്യമഹത്വത്തിലേക്കൊരു പ്രവേശനത്തിന് ഒരു വാതിൽ തുറന്നു കിട്ടുന്നവർ കിട്ടും. അതിനെ പ്രിയ സുഹൃത്തുക്കളെ, കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ.